ഹലോ ഫ്രണ്ട്സ്, ഞാൻ ടിൻഡു ഭദ്രൻ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ഗോകുലം ഗ്രാൻഡിലാണ്. ആക്ച്വലി ഇന്നത്തെ എൻ്റെ ബ്രൈഡ് റെഡിയാവുന്നത് ഇവിടെയാണ്. അപ്പോൾ അവർക്ക് ഫോട്ടോസ് എടുക്കാനും റെഡിയാവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഗോകുലം ഗ്രാൻഡ് ബുക്ക് ചെയ്തേക്കുന്നത്. ഗോകുലം ഗ്രാൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. അതുപോലെ റൂംസ് ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, അടിപൊളിയാണ് അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. നമുക്ക് ബ്രൈഡിനും ഗ്രൂമിനും വേണ്ടി റെഡിയാവുന്നത് കാരണം അവരൊരു സ്വീറ്റ് റൂമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതാണ് റൂമിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ബ്രൈഡിന് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഫോട്ടോസ് ഓൾറെഡി അവർ മേളിലും ഗ്രൗണ്ട് ഫ്ലോറിലും ഒക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് ബ്രൈഡിൻ്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ബ്രൈഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. സോ നമ്മുടെ ബ്രൈഡിൻ്റെ പേര് നിരഞ്ജന. നിരഞ്ജന എന്നുള്ള പേര് കേട്ടപ്പോൾ ഞാൻ ആക്ച്വലി ഹിന്ദു ബ്രൈഡെന്ന് ആദ്യം വിചാരിച്ചേ. പക്ഷേ നിരഞ്ജനയ്ക്ക് നമ്മളൊരു ട്രയൽ മേക്കപ്പ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ സംസാരിച്ച് സോ മുസ്ലിം ബ്രൈഡാണ് നിരഞ്ജന. അപ്പോൾ നിരഞ്ജനയുടെ നമുക്ക് മേക്കപ്പിലേക്ക് പോവാം. സോ നിരഞ്ജനയുടെ ഹെയർ ഓൾറെഡി വെറ്റ് ഹെയർ ആയിരുന്നു, വാഷ് ചെയ്തിട്ടാണ് നിരഞ്ജന വന്നത്. സോ നമുക്ക് ഹെയർ നമ്മൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരുപാട് ഹീറ്റൊക്കെ കൊടുക്കുന്നതാണ്. സോ അതുകൊണ്ട് നമുക്കൊരു ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഞാനപ്പോൾ എൻ്റെ മിക്ക ബ്രൈഡ്സിനും ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേസ് യൂസ് ചെയ്യാറുണ്ട്. കാര്യം നമ്മൾ മെഷീൻസൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ അങ്ങനെ ഒരു സ്പ്രേ കൊടുക്കുന്നത് എപ്പോഴും ഹെയറിന് നല്ലതാണ്. സോ നിരഞ്ജനയുടെ ഹെയർ വെറ്റായിരുന്നു. സോ ഞാനതൊന്നും ബ്ലോ ഡ്രൈ ഒക്കെ ചെയ്തു. നിരഞ്ജനയ്ക്ക് ബിഫോറും ഫോട്ടോ സെക്ഷൻ ഉണ്ട്, അതുപോലെ മേക്കപ്പിന് കഴിഞ്ഞിട്ടും ഉണ്ട് ഫോട്ടോസ്. അപ്പോൾ നിരഞ്ജനയുടെ ഹെയറൊക്കെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേനും അവർക്ക് ഡേ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഫോട്ടോഗ്രാഫേഴ്സിന് റെഡിയാവും. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിരഞ്ജനയുടെ കണ്ണിൻ്റെ താഴെ കുറച്ച് ഡാർക്ക് സർക്കിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ അതൊക്കെ ഒന്ന് കൺസീൽ ചെയ്യണം. സ്കിൻ പ്രിപ്പറേഷൻസ് അതെല്ലാം ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ നിരഞ്ജന എന്നോട് പ്രത്യേകം പറഞ്ഞത് മേക്കപ്പ് കേക്കി ആവാൻ പാടില്ല, ഭയങ്കര നാച്ചുറൽ ആയിരിക്കണം. അപ്പോൾ ട്രയൽ ചെയ്ത സമയത്ത് നിരഞ്ജന ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ അതുപോലെ തന്നെയാണ് ഇന്നത്തെ ഫുൾ ലുക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ നിരഞ്ജനയ്ക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കളേഴ്സും ഐ ഷാഡോസിൻ്റെ കളേഴ്സും ഒക്കെ നിരഞ്ജന ഓൾറെഡി എന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിരഞ്ജനയ്ക്ക് ഞാൻ ചെയ്യുന്നത് എയർ ബ്രഷ് മേക്കപ്പാണ്. നിരഞ്ജനയ്ക്ക് ഒരുപാട് ഓയിലി ആയിട്ട് വേണ്ട, ഓൾറെഡി സ്കിന്ന് കുറച്ച് ഓയിലി ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാറ്റ് എഫക്റ്റ് ആണ് ഞാനത് കാരണം നിരഞ്ജനയ്ക്ക് കൊടുത്തത്. പിന്നെ എയർ ബ്രഷ് മേക്കപ്പ് ആയത് കാരണം നമുക്ക് ഫുൾ ഡേ ലാസ്റ്റ് ചെയ്യും. ദെൻ ഞാൻ ഐ മേക്കപ്പ് നിരഞ്ജന പറഞ്ഞ പോലെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തത്. അതിൽ കുറച്ച് ഷിമ്മേഴ്സും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ ലാഷസും ലെൻസും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നിരഞ്ജനയ്ക്ക്. നിരഞ്ജന തന്നെയാണ് ലെൻസ് കൊണ്ടുവന്നത്. കാര്യം നിരഞ്ജനയ്ക്ക് പവർ ലെൻസിൻ്റെ ആവശ്യമുണ്ട്. സോ അത് കാരണം കളേർഡ് ആയിട്ടുള്ള പവർ ലെൻസാണ് നിരഞ്ജന യൂസ് ചെയ്തത്. പിന്നെ നിരഞ്ജനയുടെ ഐബ്രോസ് ഞാനൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഞാനൊരു ക്രീം വെച്ചിട്ടാണ് ഫില്ല് ചെയ്തത്, അനസ്തേഷ്യയുടെ ഒരു ഡാർക്കസ്റ്റ് ബ്രൗൺ. സോ നമുക്ക് നിരഞ്ജനയുടെ മേക്കപ്പിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ഹെയർ ചെയ്യുന്നത് എനിക്ക് ആക്ച്വലി വീഡിയോസ് എടുക്കാൻ ടൈം കിട്ടിയില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. സോ നിരഞ്ജനയുടെ ഫുൾ ലുക്ക് എന്ന് പറയുന്നത് നമുക്ക് കാണാം കേട്ടോ. നിരഞ്ജനയുടെ ഇഷ്ടത്തിനാണ് ഞാൻ ആക്ച്വലി ഈ മേക്കപ്പ് ചെയ്തേക്കുന്നത്. നമുക്ക് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും വലുത്. ഞാൻ എപ്പോഴും ക്ലയൻറ്റ് ഹാപ്പിയാണോ നോക്കിയിട്ടാണ് എപ്പോഴും മേക്കപ്പ് ചെയ്യുക. സോ ഇതാണ് ഫൈനൽ ലുക്ക്. ഇപ്പോൾ നിരഞ്ജനയുടെ പാരൻസിൻ്റെ കൂടെയുള്ള ഫോട്ടോസ് സെക്ഷനാണ്. സോ ഗ്രൂം ഓൾറെഡി നേരത്തെ തന്നെ റെഡിയായി കഴിഞ്ഞു. ഗ്രൂം വെയിറ്റിംഗ് ആണ് ഫോട്ടോസ് എടുക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണും കല്യാണ ചെക്കനും. സോ അവർ ഗോകുലം ഗ്രാൻഡിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആ റിസപ്ഷൻ്റെ ഏരിയയിലാണ് അവർ ഫോട്ടോസ് എടുക്കുന്നത്. അപ്പോൾ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ ഞാൻ മെയിനായിട്ട് പറയാനുള്ളത്, ആക്ച്വലി നിരഞ്ജനെ പരിചയപ്പെട്ടതും ഫോക്കസ് ഐയിലെ സുജിത്തേട്ടൻ വഴിയാണ്. അപ്പോൾ സുജിത്തേട്ടൻ്റെ ടീമാണ് ഈ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഫുള്ള്. അതുപോലെ തന്നെ ഇവൻറ്റ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആ വീഡിയോസും കൂടെ കാണാൻ. അവരുടെ ആക്ച്വലി ഈ ഒരു വെഡ്ഡിങ്ങിന് നിരഞ്ജന ഒരുപാട് നാളായിട്ട് പ്രിപ്പറേഷൻസും കളറും തീമും എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഒരു വെഡ്ഡിങ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ആ ഒരു ഫുൾ ലുക്കിന്. സോ അതിലൊരു പാർട്ടാവാൻ എനിക്ക് പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ആക്ച്വലി സുജിത്തേട്ടൻ വഴിയാണ് എനിക്ക് നിരഞ്ജനയും പരിചയമുള്ളത്. സോ നിരഞ്ജനയും ഹാപ്പിയാണ്, ഗ്രൂമും ബ്രൈഡും ഒക്കെ ഹാപ്പിയാണ്. പിന്നെ ഫോട്ടോസിൻ്റെ കാര്യത്തിൽ അവർ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ വെയിറ്റിംഗ്. അപ്പോൾ വെഡ്ഡിങ് നടക്കുന്നത് ആക്ച്വലി ഇവിടെ അല്ല. അപ്പോൾ ഇതാണ് വെഡ്ഡിങ് നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അവിടെയുള്ള കൺവെൻഷൻ സെൻ്ററാണ് കേട്ടോ. അപ്പോൾ ബ്രൈഡ് നമ്മുടെ ഗസ്റ്റൊക്കെ വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. സോ അതിൽ ബ്രൈഡ് ഭയങ്കര ഹാപ്പിയാണ്, അതുപോലെ ഞാനും ഭയങ്കര ഹാപ്പിയാണ്. ഞാനും അവിടെ ഉണ്ടായിരുന്നു ബ്രൈഡിന് കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനും എൻ്റെ അസിസ്റ്റൻസും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സോ ഇതാണ് നമ്മുടെ ഗ്രൂമിൻ്റെ എൻട്രി. അത് കഴിഞ്ഞ് ബ്രൈഡിൻ്റെ എൻട്രി ഉണ്ട്. സോ ഞങ്ങൾ ബാക്കിലായത് കാരണം എനിക്ക് ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. സോ അവരുടെ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന അടിപൊളിയാണ്. അതെല്ലാം ചെയ്തത് നമ്മുടെ ഫോക്കസ് ഐ ആണ്. അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു സോ മച്ച്.